തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് വമ്പിച്ച വാഗ്ദാനങ്ങളുമായി പ്രകടന പത്രിക പുറത്തിറക്കി ഭാരതീയ ജനതാ പാർട്ടി. സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെ പരിഗണിച്ച് സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്കും മുൻഗണന നൽകുന്ന പദ്ധതികളാണ് പ്രകടന പത്രികയുടെ പ്രധാന ആകർഷണം. തമിഴ്നാട്ടിലെ ജനജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന തരത്തിലാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. പ്രകടന പത്രിക പ്രകാരം വനിതാ കുടുംബനാഥമാർക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകും. കൂടാതെ ഓരോ കുടുംബത്തിനും 10,000 രൂപയുടെ ഒറ്റത്തവണ സഹായവും ഉറപ്പു നൽകുന്നു. ഇത് ജീവിത ചെലവിലെ വർധന കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. സ്ത്രീ ശാക്തീകരണത്തെ മുൻനിർത്തി സ്കൂട്ടർ വാങ്ങാൻ യോഗ്യരായ സ്ത്രീകൾക്ക് 25,000 രൂപ സബ്സിഡിയും പ്രതിവർഷം സൗജന്യ LPG സിലിണ്ടറുകളും നൽകുമെന്നാണ് വാഗ്ദാനം. പരിപാടിയുടെ ഭാഗമായി സ്ത്രീകൾ നയിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കും സഹകരണ സംഘങ്ങൾക്കും MSME-കൾക്കും 50 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പകൾ നൽകാൻ പദ്ധതിയുണ്ട്. കൂടാതെ സർക്കാർ പദ്ധതികളിൽ ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ കുറഞ്ഞത് 20% ഇത്തരം സ്ത്രീ സംഘങ്ങളിൽ നിന്നു തന്നെ വാങ്ങണമെന്ന നിർദ്ദേശവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ വനിതകൾക്ക് തൊഴിൽ സാധ്യതകളും സാമ്പത്തിക സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിരിക്കുന്ന പ്രകടന പത്രികയിൽ സീറോ FIR സംവിധാനം ശക്തിപ്പെടുത്തുക, ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ആരംഭിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകൾ, സ്കൂളുകൾ, സർവകലാശാലകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ 100% ബ്ലൈൻഡ് സ്പോട്ട് രഹിത CCTV നിരീക്ഷണം ഉറപ്പാക്കുകയും നിർഭയ ഫണ്ടിന്റെ ഫലപ്രദമായ വിനിയോഗം ഉറപ്പാക്കുകയും ചെയ്യും. കർഷക ക്ഷേമത്തിനും പ്രധാന പരിഗണന നൽകിയിട്ടുണ്ട്. നിലവിൽ ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ 6,000 രൂപ വാർഷിക സഹായത്തിന് പുറമെ 3,000 രൂപ കൂടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ജല്ലിക്കെട്ട് കാളകളെ വളർത്തുന്നവർക്ക് പ്രതിമാസം 2,000 രൂപയും ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നതിനിടെ മരണമുണ്ടായാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ എക്സ്ഗ്രേഷ്യയും നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. വീടുടമസ്ഥതയിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി വീട് വാങ്ങുന്ന സ്ത്രീകൾക്ക് 3% സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവും 10,000 രൂപയുടെ ഗാർഹിക സഹായവും വീട്ടുപകരണങ്ങൾക്കായി 8,000 രൂപയുടെ കൂപ്പണുകളും നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കൂടാതെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകുന്നതിനുമായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പാർട്ടി ഉറപ്പു നൽകുന്നു. വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയിലും പുരോഗതി ലക്ഷ്യമിട്ട് പുതിയ മെഡിക്കൽ കോളേജുകളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുമെന്നും സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ നഗരാടിസ്ഥാന സൗകര്യ വികസനം, കുടിവെള്ള വിതരണം, റോഡ് വികസനം എന്നിവയ്ക്കും പ്രാധാന്യം നൽകും. ഈ തെരഞ്ഞെടുപ്പിൽ K. അണ്ണാമലൈ, തമിഴിസൈ സൗന്ദരരാജൻ, നൈനാർ നാഗേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. AIADMK-യുമായി ചേർന്ന് അധികാരത്തിലെത്തിയാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കുമെന്ന് പാർട്ടി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. തമിഴ്നാട് നിയമസഭയിലെ 234 സീറ്റുകളിലേക്ക് ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. മെയ് 4-ന് ഫലം പ്രഖ്യാപിക്കപ്പെടും. സംസ്ഥാനത്തിന്റെ ഭാവി രാഷ്ട്രീയം നിർണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനങ്ങളിലൂടെ വോട്ടർമാരെ ആകർഷിക്കാൻ പാർട്ടികൾ തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുമെന്നത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.